ചവറ ഉപജില്ലാ കലോത്സവം 18 മുതൽ 21 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപജില്ലയിലെ 65 സ്കൂളുകളിൽ നിന്നും 3000-ലധികം പ്രതിഭകൾ പങ്കെടുക്കും. വടക്കുംതല SVBMHSS ആണ് പ്രധാന വേദി. 7 വേദികളിലായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പല കലോത്സവം പോകുമ്പോൾ കുട്ടികൾ ഒരുപാട് നടന്ന് ദൂരേക്ക് പോകേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് നടക്കേണ്ടി വരും. ഇതൊന്നും ഒഴിവാക്കി തന്ന് നമ്മുടെ പാചകപ്പുര അമ്പലത്തിൻ്റെ പാചകപ്പുര നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ സൗകര്യമായിട്ട് മാത്രമല്ല, ഏതാണ്ട് പങ്കെടുക്കുന്ന കുട്ടികളുടെ ആദ്യത്തെ ദിവസം പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം 709 കുട്ടികളാണ് ഫസ്റ്റ് ഡേയിൽ 18-ാം തീയതി പങ്കെടുക്കുന്നത്. ആ കുട്ടികൾക്കുള്ള ഭക്ഷണം നമ്മൾ തന്നെ സ്കൂൾ തന്നെ നൽകുകയാണ്. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം സെക്കൻഡ് ഡേയിൽ 973 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. തേർഡ് ഡേയിൽ 1288 കുട്ടികൾ, ഫോർത്ത് ഡേയിൽ 710 കുട്ടികൾ, അങ്ങനെ 3680 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 3680 കുട്ടികൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളൂ. ഇത്രയും കുട്ടികൾ തന്നെയായിരിക്കും പങ്കെടുക്കുന്നത്. അപ്പോൾ എല്ലാ കമ്മിറ്റികൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ എല്ലാ കമ്മിറ്റികളും സജീവമായിട്ട് ഇതുവരെയുള്ള പ്രവർത്തനം നടന്നതാണ്. വരും ദിവസങ്ങളും അത്തരത്തിലായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് പോസിറ്റീവ് വാർത്തകൾ തന്നെയാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. 7 വേദികളിലായാണ് ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. 18-ന് രാവിലെ ചാമ്പക്കടവിൽ നിന്നും വിളംബര ഘോഷയാത്ര നടക്കും. 10-ന് പ്രധാന വേദിയായ SVPM ഹൈസ്കൂളിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിക്കും. കോവൂർ കുഞ്ഞുമോൻ MLA മുഖ്യാതിഥിയാകും. നടൻ നെൽസൺ ചൂർനാട് കലാമേളയ്ക്ക് ദീപം തെളിക്കും. 21-ന് സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അറിയാലോ, തേവലക്കര, പന്മന, മൈനാഗപ്പള്ളി, പിന്നെ ചവറ, തെക്കുംഭാഗം, നീണ്ടകര, അങ്ങനെ 6 പഞ്ചായത്തുകളിൽ നിന്നാണ് കുട്ടികൾ പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ 80 സ്കൂളുകളാണുള്ളത്. അതിനകത്ത് നമുക്ക് 65 സ്കൂളുകളാണ്, നമ്മുടെ അംഗീകാരമുള്ള 65 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ 4 ദിവസവും നമുക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ 3000-ൽ പരം കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം 4 മണിക്ക് തന്നെ 4 മണിയോടുകൂടി നമ്മുടെ മത്സരം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് മത്സരങ്ങളെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 8 മണിക്ക് മത്സരം അവസാനിപ്പിക്കണമെന്നാണ് കരുതുന്നത്. അവസാന ദിവസം നമ്മൾ സമാപന സമ്മേളനം കൂടി ഉള്ളതുകൊണ്ട് 6 മണിക്ക് സമാപന സമ്മേളനം തുടങ്ങണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യാതിഥിയാകും. ഹരിതചട്ടം പാലിച്ചാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു സാറ് ഇടയ്ക്കൊക്കെ ഇവിടെ സന്ദർശിക്കുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തരികയും ഒക്കെ ചെയ്തു. അതേപോലെ തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുന്നതിനൊക്കെ സാറിൻ്റെ ഒരു നിർദ്ദേശങ്ങളും അതുപോലെ സാറ് വരികയും ഒക്കെ ചെയ്ത് സാറിൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഒരു നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഈ ഒരു വിജയത്തിൽ ഈ ഒരു പ്രോഗ്രാം നടത്തി കലോത്സവം നടത്തി ഒരു വൻ വിജയമാക്കുന്നതിന് മാനേജ്മെൻറ്റ് ഒരുപാട് സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല നാട്ടുകാർ, പഞ്ചായത്തിൽ, ത്രിതല പഞ്ചായത്തിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ ഇതൊരു ഉത്സവമാക്കുന്നതിന് ജനകീയമായിട്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ ആകെ ഒരു ഉത്സവമാക്കുന്ന ചവറയുടെ തന്നെ ഉത്സവമാക്കുന്നതിനും ഒക്കെ വളരെ സന്തോഷപൂർവ്വം അവരെല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്. അതുപോലെ തന്നെ ഹെൽത്തിൽ നിന്നാണ് ഫയർഫോഴ്സിൻ്റെ, ആംബുലൻസിൻ്റെ ഒക്കെ ഒരു സൗകര്യം അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റൽ സംവിധാനമൊക്കെ ഇവിടെ ചെയ്യുന്നതിനുള്ള സംവിധാനം എല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. AEO TK അനിത, ജനറൽ കൺവീനർ MA അബ്ദുൽ ഷുക്കൂർ, സ്കൂൾ മാനേജർ മുരളീധരൻ പിള്ള, PTA പ്രസിഡന്റ് P പ്രശാന്ത്, പഞ്ചായത്ത് അംഗങ്ങളായ മല്ലികൽ സമദ, രാജീവ് കുഞ്ഞുമണി, ജോൺ ഫെർണാണ്ടസ്, S ഷൈൻകുമാർ, അനീസ് മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.